ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നല്ലൊരു വെജ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾസ് വെച്ച് നല്ലൊരു അടിപൊളി ടേസ്റ്റിലൊരു വെജിറ്റബിൾ കറി, ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വെജ് കറി. അപ്പം അതിന് വേണ്ടി ആദ്യം തന്നെ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ചെറിയ പൊട്ടറ്റോയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ക്യൂബ്സ് ആയി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇനി എണ്ണയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ആദ്യം നമ്മൾ ഈ എണ്ണയിലിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷമാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ചെറിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇനി ക്യാരറ്റും കൂടി ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. അപ്പൊ കോളിഫ്ലവർ നല്ല തിളച്ച വെള്ളത്തിലിട്ടൊന്ന് മുക്കിയതിന് ശേഷം ഇങ്ങനെ പിച്ചെടുത്തതാണ്. പിന്നെ എടുത്തിട്ടുള്ളത് ബീൻസ് ആണ്. അപ്പൊ 1/2 കപ്പോളം ബീൻസും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാം നല്ല വണ്ണം ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ക്യാപ്സിക്കം ഒക്കെ പെട്ടെന്ന് കുക്കായി കിട്ടും. അതുകൊണ്ട് തന്നെ ജസ്റ്റ് 1 മിനിറ്റോളൊക്കെ ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് ഇനി മാറ്റി വെക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി എണ്ണ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ കൂടി എണ്ണ ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള കുറച്ച് വെള്ളം ചേർത്ത് ചെറിയ ജാറിലിട്ടൊന്ന് അരച്ചെടുത്തതാണ്. അപ്പോൾ ഇത് ചേർക്കണം. ഇനി ഈ സവാളയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ വേണ്ടത് ടൊമാറ്റോ പേസ്റ്റ് ആണ്. അപ്പോൾ ഒരു വലിയ തക്കാളി പേസ്റ്റ് ആക്കി എടുത്തതാണിത്. അപ്പോൾ തക്കാളിയിലെ വെള്ളം വറ്റുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്, ഒരു 1.5 ടേബിൾ സ്പൂൺ. പിന്നെ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. വലിയ ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. പൊടികളുടെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പോളം തിളച്ച വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പൊ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇനി ഇത് അടച്ച് വെച്ചതൊന്ന് തിളപ്പിച്ചെടുക്കണം. എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ തിളപ്പിച്ചെടുക്കണം. അപ്പൊ എണ്ണയൊക്കെ ഇപ്പൊ തെളിഞ്ഞു വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പം എല്ലാം നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കുക. ഇനി നമ്മളിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരു 5 മിനിറ്റോളം വേവിച്ചെടുത്താൽ മതി. വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ആദ്യം തന്നെ ഫ്രൈ ചെയ്തെടുത്തതാണല്ലോ, അപ്പോൾ കുറച്ച് വേവുള്ളൂ ഇനി ബാക്കി ഉണ്ടാവുക. അപ്പോൾ ഒരു 5 മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് ഇപ്പോൾ കറി കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഗ്രേവി വേണ്ടാന്നുള്ളവർക്ക് ഇത് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ കൂടുതൽ ഗ്രേവി ആവശ്യമുള്ളവർക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിൻ്റെ ഇല ചേർക്കാം.
പിന്നെ ഈ കറിയിലേക്ക് ചേർക്കുന്നത് കസൂരി മേത്തിയാണ്. ഇത് ഉലുവയിൽ ഉണക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ലഭിക്കും. നമ്മളൊരു പാക്കറ്റൊക്കെ വാങ്ങി എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാം, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പിന്നെ കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് ചേർക്കാം. പിന്നെ സാധാരണ നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഈ വെജിറ്റബിൾ സബ്ജി എന്ന് പറയുന്നത്. അവർ ഇതിലേക്ക് ഫ്രഷ് ക്രീമും അതുപോലെ അണ്ടിപ്പരിപ്പ് അരച്ചതും ചേർക്കൂട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഒരു 10 എണ്ണമൊക്കെ ഇട്ട് നല്ല പേസ്റ്റ് ആക്കി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇത് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവി ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയ ഒരു വെജ് കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനിയും നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്